നമസ്കാരം. നിങ്ങളുടെ കുട്ടികൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ സ്കൂൾ നിലവാരത്തിലും അതുപോലെ തന്നെ കോളേജ് നിലവാരത്തിലും വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ചെറുപ്പകാലം മുതൽ പഠന കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയാലേ ജോലി എന്ന് പറയുന്ന സാധനങ്ങൾ ലഭിക്കുകയുള്ളൂ. അതെല്ലാം മറിച്ച് നമ്മുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ പ്രീ ഡിഗ്രി കഴിയട്ടെ, പ്ലസ് ടു കഴിയട്ടെ, അല്ലെങ്കിൽ ഡിഗ്രി കഴിയട്ടെ, അല്ലെങ്കിൽ PhD വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ കഴിയട്ടെ എന്ന് പറഞ്ഞാലൊന്നും തന്നെ ജോലി കിട്ടാൻ പോകുന്നില്ല. ചെറുപ്പത്തിലെ മുതൽ തന്നെ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ പരമാവധി പഠിക്കുക. അത് തയ്യാറെടുപ്പ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ കുറച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും അതുപോലെ ടെക്നിക്കലായിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ നേടിയ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ അലമാരിയിൽ സുരക്ഷിതമായിട്ട് ഇരിക്കുക അല്ലാതെ ജോലി ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഞാൻ ശിവദാസൻ നന്ദിയായിട്ട് ജനക്ഷേമ സമിതിയും സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷണൽ സംയുക്തമായി നടക്കുന്ന ഓൺലൈൻ ഈ മത്സര പരീക്ഷ സൗജന്യമായി നടത്തുന്ന ഈ മത്സര പരീക്ഷയിലേക്ക് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ സശ്രദ്ധം പഠിച്ച് അത് പരമാവധി തയ്യാറെടുപ്പ് നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആകെ ഒരു ദിവസം 10 ചോദ്യം വെച്ചാണ് നമ്മളിത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചത്. അത് 5 ചോദ്യം വെച്ചിരുന്നുള്ളൂ. കാരണം 5 ചോദ്യം വെച്ച് ഇട്ടാലാണ് പഠിക്കാൻ സാധ്യതയുള്ളത്. ഈ 5 ചോദ്യം ഏകദേശം 1600-1800ഓളം ചോദ്യങ്ങൾ ഒരു വർഷം വരും. മനസ്സിലാണ്ട, ഒരു മാസം 150 ചോദ്യം വരും. അപ്പൊ പരമാവധി പേര് നിങ്ങളുടെ പരിപൂർണ സഹകരണവും പിന്തുണയും ഈ ജനക്ഷേമ സമിതിയും സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷണൽ നടത്തുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ പരിപൂർണ സഹകരണവും പിന്തുണയും ഉണ്ടാകണം. നിങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്കിതിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി കുട്ടികളിലേക്ക് ഈ സാധനം ഇതിന്റെ വ്യാപനം ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് 5 ചോദ്യം വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ്. മുൻകാലങ്ങളിലെ പരീക്ഷകളിലൊക്കെ തന്നെ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ആവർത്തിക്കപ്പെടുന്നത്. ഇനി തുടർന്നും എല്ലാവിധ സമഗ്രത ഉണ്ടെങ്കിൽ മാത്രം കുട്ടികൾക്ക് ജോലി കിട്ടുള്ളൂ. അല്ലെങ്കിൽ പഠിപ്പിക്കുക വേണമെങ്കിൽ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ തെരുവ് തെണ്ടികളായി അല്ലെങ്കിൽ തെരുവിൽ അലയുന്ന വളരെ നിരാശരായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ഈ പറയുന്ന 3-5 ചോദ്യം വെച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ കുട്ടികൾ നമ്മുടെ പെരുവഴിയിലാവും എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ 5 ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, കേരള കാളിദാസൻ എന്ന് ആണ് അറിയപ്പെടുന്നത്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, കേരള കാളിദാസൻ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം ആത്മകഥയ്ക്കൊരു ആമുഖം ലളിതാംബിക അന്തർജനം രചിച്ച കൃതിയാണ്. ആത്മകഥയ്ക്കൊരു ആമുഖം ലളിതാംബിക അന്തർജനം രചിച്ച കൃതിയാണ്. ഇംഗ്ലണ്ടായിരുന്നു 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. ഇംഗ്ലണ്ടായിരുന്നു കോമൺവെൽത്ത് ഗെയിംസിന്റെ 2022 വേദി. ആസാമാണ് ഇന്ത്യയിൽ ആദ്യമായി GST നടപ്പിലാക്കിയത്. GST ബില്ല് ആദ്യം പാസ്സാക്കിയത് ആസാമാണ്. ആദ്യമായി ഇന്ത്യയില് GST ബില്ല് പാസ്സാക്കിയത് കൃത്യമായിട്ട് ഓർമ്മ വെക്കേണ്ട കാര്യമാണ്. നമ്മൾ ചെറിയ ചോദ്യമാണെന്ന് ചോദിച്ചില്ല. ഇനി 5ാമത്തെ ചോദ്യം, തൈമോസിൻ ആണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. 5ാമത്തെ ചോദ്യം, തൈമോസിൻ ആണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ 5 ചോദ്യം നിങ്ങൾ ഓരോ ദിവസം പഠിക്കുക. 5 ചോദ്യം പഠിക്കുന്നത് വലിയൊരു മഹാകാര്യമൊന്നുമല്ല. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അങ്ങനെ ഓരോ ദിവസം ഇത് മെമ്മറി ഇമ്പ്രൂവ്മെന്റ് എന്ന രീതിയിൽ നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരാം. ഇതിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഈ കൂട്ടായ്മ നിങ്ങളെ ഓരോരുത്തരും തന്നെ നിങ്ങളിത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഒരു ഹംബിൾ റിക്വസ്റ്റ് ആയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ശിവദാസൻ നന്ദിയായിട്ട് വൺ സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു.